കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ ദളിത് PhD വിദ്യാർത്ഥിക്ക് 2 വർഷത്തെ സസ്പെൻഷൻ. SFI കേന്ദ്ര കമ്മിറ്റി അംഗം രാമദാസ് PS-നെയാണ് സസ്പെൻഡ് ചെയ്തത്. നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്ന് രാമദാസ് 24-നോട് പറഞ്ഞു. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. രാം കെ നാം ഡോക്യുമെന്ററി കാണാൻ ആഹ്വാനം ചെയ്തു. കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിച്ചു എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാമദാസിനെതിരെയുള്ള നടപടി. 2 വർഷത്തേക്കാണ് സസ്പെൻഷൻ. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ആരൊക്കെ മുമ്പോട്ട് വരുന്നോ, അല്ലെങ്കിൽ BJP വിമർശിച്ചുകൊണ്ട് ആരൊക്കെ മുമ്പോട്ട് വരുന്നോ, അവരെയൊക്കെ പറ്റാവുന്ന എല്ലാ തരത്തിലും നിശബ്ദരാക്കുക എന്നുള്ളതിൻ്റെ ഒരു ലാർജർ പ്രൊജക്ടിൻ്റെ ഭാഗമായ ഒരു ശ്രമമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഇത് ഇന്ത്യയുടെ പല ഭാഗത്തും നടക്കുന്നുണ്ട്, പല യൂണിവേഴ്സിറ്റികൾ നടക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോഴത് എനിക്ക് നേരെയാണ് വാളോങ്ങിയിരിക്കുന്നതെന്നാണ് ഞാൻ കാണേണ്ടത്. യൂണിവേഴ്സിറ്റി നടപടിക്കെതിരെ അപ്പീൽ നൽകും. നിയമ പോരാട്ടം തുടരുമെന്നും രാമദാസ് 24-നോട് പറഞ്ഞു. ഒരു വിദ്യാർത്ഥി പ്രവർത്തകൻ, സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രാഥമികമായി ഡെഫിനറ്റ്ലി നമ്മൾ ഇത് ഇവിടെ തന്നെ അപ്പീൽ ചെയ്യും. അത് ചെയ്യണം. അതെന്തായാലും നമ്മളിത് അപ്പീൽ ചെയ്യുന്നുണ്ട്, ചലഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെന്നാൽ മുമ്പോട്ട് പോകും. അതുകൂടാതെ അതിൽ നിന്ന് നമുക്ക് വേണ്ട ഇത് കിട്ടുന്നില്ലെങ്കിൽ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കും. അതാണല്ലോ പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. രാമദാസിന്റേത് രാജ്യ താത്പര്യത്തിന് വിരുദ്ധമായ നടപടിയെന്നാണ് മുംബൈ ടിസിന്റെ വിശദീകരണം. ഇടത് വിദ്യാർത്ഥി കൂട്ടായ്മ PSF മുൻ ജനറൽ സെക്രട്ടറിയാണ് രാമദാസ്. 24 കൊച്ചി.